BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സുനാമി ഭീതിയിൽ വടക്കൻ തീരം. ജപ്പാനിൽ 7.5 തീവ്രതയിൽ ഭൂചലനം, അതീവ ജാഗ്രത. വടക്കൻ ജപ്പാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചാണ്ടി ഉമ്മനെ പോലെ ആശ്രിത നിയമനത്തിൽ MLA ആയ ആളല്ല കെ രാജൻ, വിമർശിച്ച് AIYF. വയനാട് ടൌൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ പരിശോധന നടത്തിയ മന്ത്രി കെ രാജനെ പരിഹസിച്ച ചാണ്ടി ഉമ്മനെതിരെ വിമർശനവുമായി AIYF. കൂലിപ്പണിക്കാരെ ആക്ഷേപിച്ച ചാണ്ടി ഉമ്മൻ മാപ്പു പറയണമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. കെ രാജൻ കൂലിപ്പണിക്കാരൻ എന്നത് ചാണ്ടി ഉമ്മന് പരിഹാസ്യപദമായിരിക്കും. ചാണ്ടി ഉമ്മനെ പോലെ ആശ്രിത നിയമനത്തിൽ MLA ആയ ആളല്ല കെ രാജനെന്നും TT ജിസ്മോൻ പറഞ്ഞു. പ്രായമറിയുവാൻ ഏജ് വെരിഫിക്കേഷൻ ആപ്പ് പ്രഖ്യാപനവുമായി യൂറോപ്യൻ യൂണിയൻ. ആപ്പുകളിലോ വെബ്സൈറ്റുകളിലോ വ്യക്തിഗത വിവരങ്ങൾ കൈമാറാതെ തന്നെ ഇനി പ്രായം കണ്ടെത്തുവാനാകും. ഇതിനായി ഏജ് വെരിഫിക്കേഷൻ ആപ്പ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഉപയോക്താക്കളുടെ പ്രായത്തെ സംബന്ധിച്ച പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ് ചൊവ്വാഴ്ച ഈ പ്രഖ്യാപനം നടത്തിയത്. പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പ്. സഹോദരൻ അതീവ ഗുരുതരാവസ്ഥയിൽ. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് വീടിനരികിൽ നിന്നും പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയെ കടിച്ച പാമ്പിന്റെ അതേ വലുപ്പത്തിലുള്ള പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. ശംഖുപരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെയാണ് കണ്ടത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംസ്ഥാനത്ത് രൂപമാറ്റം വരുത്തിയ DJ വാഹനങ്ങൾക്ക് പിടിവീഴുന്നു. നടപടി കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്ത് DJ വാഹനങ്ങൾക്ക് പിടിവീഴുന്നു. ആഘോഷങ്ങൾക്ക് ഹരം പകരാനെത്തുന്ന രൂപമാറ്റം വരുത്തിയ DJ വാഹനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. നെഞ്ചിടിക്കുന്ന ശബ്ദം, കണ്ണച്ചിപ്പിക്കുന്ന ലൈറ്റുകൾ, റാപ്പ് മ്യൂസിക്കിന്റെ വൈവിധ്യമാർന്ന പ്രകമ്പനം, ആഘോഷങ്ങൾക്ക് ഹരം പകരുന്നത് ഇത്തരം DJ വാഹനങ്ങളാണ്. രൂപമാറ്റം വരുത്തിയ DJ വാഹനങ്ങൾ പിടികൂടി കനത്ത പിഴ ഈടാക്കി തുടങ്ങി. ഉത്സവപ്പറമ്പിലോ പരിപാടികൾ നടക്കുന്ന മറ്റിടങ്ങളിലോ വച്ച് DJ വാഹനങ്ങൾ പിടികൂടില്ല. പരിപാടിക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ പിടികൂടി കനത്ത പിഴ ഇടുവാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. പോലീസിന്റെ സഹകരണത്തോടെ നടപടി ഊർജിതമാക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എനിക്ക് തമിഴ്നാടിനോടുള്ള സ്നേഹം തുടരുക തന്നെ ചെയ്യും. ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും നൽകിയ സ്നേഹമാണത് രാഹുൽ ഗാന്ധി. BJPക്കെതിരെ ശബ്ദമുയർത്തുന്ന ശക്തമായ സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് രാഹുൽ ഗാന്ധി. എനിക്കും തമിഴ്നാടും തമ്മിൽ പ്രത്യേക അടുപ്പമുണ്ട്. രാഷ്ട്രീയത്തിന് അപ്പുറവുമുള്ള ബന്ധമാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയ സ്നേഹമാണ്. ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും നൽകിയ സ്നേഹമാണത്. എനിക്ക് തമിഴ്നാടിനോടുള്ള സ്നേഹം തുടരുക തന്നെ ചെയ്യും. തമിഴ് ചരിത്രം, ഭാഷ, സംസ്കാരം എന്നിവയെ ഞാൻ ചേർത്ത് പിടിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വാഹന കള്ളക്കടത്ത്. ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. വാഹന കള്ളക്കടത്ത് പിടികൂടുന്നതിനുള്ള ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. ഇന്തോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് യോഗം മൂന്നാറിൽ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. 15,000-ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് കണക്ക്. കസ്റ്റംസ് കമ്മീഷണർ ഉൾപ്പെടെ 10 അംഗ സംഘമാണ് ഭൂട്ടാനിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ സംഘം പങ്കെടുക്കും. നികുതി വെട്ടിച്ചുള്ള വാഹന കടത്ത് തടയുവാനുള്ള നടപടികളും ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി ശേഖരിച്ച വിവരങ്ങളും പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഓപ്പറേഷൻ നംഖോറിന്റെ അടുത്ത നടപടി എങ്ങനെ വേണമെന്നും തീരുമാനമുണ്ടാകും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.